നമുക്ക് ആ ചെറിയ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായി കഴിയും. വലിയ ഒരു ഇടയൻ, ചെറിയ സങ്കീർത്തനമാണെന്ന് കർത്താവിന്റെ ജോയൽ പറവാട്ടിയായി തീർന്നുവെങ്കിലും ആ ചെറിയ സങ്കീർത്തനത്തിൽ ഒരു വലിയ ഇടയനെ നമുക്ക് കാണുവാൻ കഴിയും. വളരെ സ്നേഹിക്കുന്ന, വളരെ കരുതുന്ന, നമ്മെ പരിപാലിക്കുന്ന, സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു വേയിൽ നമ്മോട് ഇടപെടുന്ന ഒരു ഇടയൻ. പ്രൈസ് ദി ലോർഡ്. ആ കാമായ നിലവാരത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഇടയൻ അല്ലേ? അവിടെ പറയുന്നുണ്ട് കാം, വളരെ ശാന്തമായ തലത്തിലേക്ക്, ഗ്രീൻ ആയിട്ടുള്ള ഏറിയയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന പച്ചയായ പുൽപ്പുറങ്ങളിൽ. പച്ച എന്താ കാണിക്കുന്നത്? പച്ചയായ പുൽപ്പുറങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷവും നമ്മുടെ മനസ്സിനൊരു ആനന്ദവും, ഇളകി മറിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ, അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ, നിരാശകൾ കൂപ്പുകുത്തുന്ന സാഹചര്യത്തിൽ പച്ച ഉള്ള ആ പുൽപ്പുറങ്ങളിലേക്ക് നടത്തപ്പെടുമ്പോൾ ആ പച്ചയുടെ അവസ്ഥകൾ നമ്മുടെ മനസ്സിന് കുളിർമ തരുന്നതാണ്, നമുക്ക് ആനന്ദം തരുന്നതാണ്. അങ്ങനെ ആ തലങ്ങളെല്ലാം ആ ഒരു 23-ാം സങ്കീർത്തനത്തിൽ നമുക്കിവിടെ കാണുവാനായി കഴിയും. അങ്ങനെ അർത്ഥവത്തായ, വളരെ വളരെ ആപ്റ്റായ ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. അതിന് 4-ാം വാക്യം പറയുന്നുണ്ട്, കൂരിരുൾ താഴ്വരയിൽ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. കൂരലിന്റെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. കൂരലിന്റെ അവസ്ഥകൾ എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിലുള്ളതാണ്. ഡാർക്കായിട്ടുള്ള അവസ്ഥയില്ലാത്ത ഒരു മനുഷ്യനുമില്ല. എല്ലാ മനുഷ്യനിലും ഡാർക്കായ അവസ്ഥകൾ കൂടി കടന്നു പോകുന്ന അവസ്ഥകളുണ്ട്. മരണത്തിന്റെ താഴ്വരയിലേക്ക് എത്തപ്പെടുന്ന അവസ്ഥകളുണ്ട്. ഇനി മതി എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ ഉള്ള അവസ്ഥകളുണ്ട്. ആ സാഹചര്യത്തിൽ കൂരൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഭയപ്പെടാത്തത് എന്റെ മിടുക്കല്ല, ഭയപ്പെടാത്തത് എന്റെ ശക്തിയല്ല, ഭയപ്പെടാത്തത് എന്റെ കരുത്തല്ല, ഭയപ്പെടാത്തത് നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. എത്ര പേർക്ക് ആ ഉറപ്പും പ്രത്യാശയുണ്ട്? ദൈവം എന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം, എന്നോട് കൂടെ ഉള്ള ഒരു ദൈവം. ഞാൻ കൂരലിന്റെ അവസ്ഥയിലൂടെ കടന്നു പോയാൽ പോലും എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് പേടിക്കേണ്ട അവസ്ഥകൾ ഉണ്ട്. പേടിപ്പെടുത്തുന്ന അവസ്ഥകൾ ഉള്ളെന്നല്ല, പേടിപ്പെടുത്തുന്ന അവസ്ഥകൾ ഉള്ളപ്പോഴും, പേടിക്കുന്ന അവസ്ഥകൾ ഉള്ളപ്പോഴും ആ നല്ല ഇടയനായ കർത്താവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട്, എന്നോട് കൂടെ നടക്കുന്നത് കൊണ്ട്, എന്നോട് കൂടെ ആയിരിക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല? ഞാൻ ഭയപ്പെടത്തില്ല. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് വിളിച്ചു പറയാൻ സാധിക്കട്ടെ, ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണല്ലോ, ഒരു വല്ലാത്ത തലത്തിൽ നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണല്ലോ. ഭീതി വല്ലാത്ത ഒരു തലത്തിൽ നിന്ന് ഒരു തലത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു തലം എന്ന് പറയുന്നത്. മാനസിക സംഘർഷങ്ങൾ വല്ലാതെ പെരുകിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ അവസ്ഥകൾക്ക്, നിലവാരങ്ങൾക്ക് വ്യത്യാസം വരുന്നു. അവന്റെ തലങ്ങൾക്ക് വ്യത്യാസം വരുന്നു. സാമ്പത്തിക നിലവാരങ്ങൾ തകർന്നു പോകുന്നു എന്ന് വേണ്ട, ഇപ്പോൾ കിട്ടുന്ന അവസ്ഥകളിൽ നിന്ന് വേറൊരു തലത്തിലേക്ക് മനുഷ്യൻ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്തപ്പെട്ടിരിക്കുമ്പോൾ ഈ കൂരലിന്റെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും നമുക്ക് ഒരുമിച്ച് വിളിച്ചു പറയാൻ സാധിക്കും, ഞാൻ ഭയപ്പെടാതിരുന്നത്, ഞാൻ കയറിന്റെ അറ്റം അന്വേഷിച്ചു പോകാതിരുന്നത്, ഞാനൊരു കുപ്പി വിഷത്തിൽ അല്ലെങ്കിൽ തീരാതിരുന്നത് എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പറയാൻ സാധിക്കട്ടെ, ആരെങ്കിലും പ്രതിസന്ധിയിലൂടെ ഇന്ന് രാത്രിയിൽ ഒരുപക്ഷെ കടന്നു പോകുന്നെങ്കിൽ, ആരെങ്കിലും പ്രതിസന്ധിയിലൂടെ ജോലി സംബന്ധമായിക്കോട്ടെ, ഏത് തലങ്ങളിലായിക്കോട്ടെ, ഏതെങ്കിലും തലങ്ങളിലൂടെ ഇന്ന് രാത്രിയിൽ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, കൂരലിന്റെ താഴ്വരയിൽ കൂടെ നടന്നാലും കൂടെ ഇരിക്കുന്ന നമ്മുടെ ദൈവം നമ്മെ കൂടെയുണ്ട്, നമ്മെ നടത്തുന്നുണ്ട്, നമ്മെ പരിപാലിക്കുന്നുണ്ട്, അവൻ നമ്മെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്, അവൻ നമ്മെ ബലപ്പെടുത്തുന്നുണ്ട്, അവൻ നമ്മെ മുൻപോട്ട് പോകുവാൻ വേണ്ടുന്ന കരുത്തും ഊർജവും നൽകി തരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ആ സങ്കീർത്തനം വായിച്ചപ്പോൾ ആ സങ്കീർത്തനത്തിന്റെ ചില ഭാഗങ്ങൾ ഇന്നത്തെ വചനവുമായിട്ട് വളരെ ബന്ധമുണ്ട്. അതിന്റെ ഭാഗം പറയുന്നുണ്ട്, ദൈവത്തിന്റെ കയ്യിൽ എന്തുണ്ടെന്ന് അറിയാമോ? വടിയും കോലും ഉണ്ട് അല്ലേ? വടി എന്തിനാണെന്ന് അറിയാമോ? വടി അടിക്കുവാൻ വേണ്ടിയാണ്. കോൽ എന്തിനാണെന്ന് അറിയാമോ? എത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിന്റെ ചില്ലകളെ മെല്ലെ ഒരു നല്ല ഇടയൻ എന്ത് ചെയ്യുന്ന അറിയാമോ? ചായ്ച്ചു തരും. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഈ ആടിന്
ചാടിപ്പറിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ആ ചില്ലകളെ താഴ്ത്തി തന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഇടയനും, അതിന്റെ അപ്പുറത്ത് തന്നെ വഴക്കുണ്ടാക്കുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ചലഞ്ചലപ്പെടുമ്പോൾ, ഓടിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കേറുമ്പോൾ മെല്ലെ അടിക്കുന്ന ഒരു നാഥനും ആ ഒരു ഇടയനെയും നമുക്ക് ആ സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് കഴിയും. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. വളരെ കുഞ്ഞുനാള് മുതൽ വളരെ നമ്മെ ഒത്തിരി ആകർഷിക്കുകയും നമ്മൾ കാണാതെ പഠിക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനം ആണ് കർത്താവിന്റെ ദാസൻ ഇന്ന് ശുശ്രൂഷിക്കുവാനിടയായിത്തീർന്നത്. നമുക്ക് ഇന്നത്തെ അല്പം നേരത്തെ ചിന്തയ്ക്ക് വേണ്ടി ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില ചിന്തകളാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി തന്നത്. കർത്താവിന്റെ ദാസൻ ജോയൽ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പല മെസ്സേജുകളിലേക്ക് എന്റെ ശ്രദ്ധ പോയെങ്കിലും ഇന്ന് എന്റെ ശ്രദ്ധ പെട്ടെന്ന് ഈ ജെനീസിന്റെ പുസ്തകത്തിലേക്ക്, അല്ലെങ്കിൽ ഈ നോഹയുടെ, അല്ലെങ്കിൽ ഈ 8-ാം അധ്യായത്തിലേക്ക് വരുവാനിടയായിട്ട്, അവിടെ 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റ് അടുപ്പിച്ചു, വെള്ളം നിലച്ചു. ഈ കാര്യങ്ങൾ നമുക്ക് വളരെ അറിയാവുന്ന ഒരു ഭാഗം തന്നെയാണ്. നോഹയുടെ ചരിത്രം അറിയാത്ത ഒറ്റ ആൾക്കാരും ഇന്ന് ഈ മീറ്റിംഗ് സംബന്ധിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവർക്കും നോഹയെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഇനി നോക്കൂ, ഈ നോഹ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു 6, 7, 8 അധ്യായങ്ങൾ നമ്മൾ വളരെ സസൂക്ഷ്മം പഠിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു വരുവാനാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നോക്കൂ, ഒന്നാമത് നമുക്ക് അവിടെ ദൈവത്തെ കാണുവാൻ കഴിയും. ആ ദൈവത്തെ എങ്ങനെയാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ, അതിന്റെ 6-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം he repented because he made man. ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് അനുദപിച്ചു. Praise the Lord. Hallelujah. ആർക്കെങ്കിലും ഒരാൾക്ക് തമിഴിൽ വായിക്കാം. ഞാൻ കുറച്ച് വാക്യങ്ങൾ ഉണ്ടായതുകൊണ്ട് എല്ലാ വാക്യങ്ങളും വായിക്കണ്ട. അതിന് 8-ാം അധ്യായം 1-ാം വാക്യം ഓൾറെഡി അവിടെ വാക്യം കാണിച്ചു. എന്നാൽ ഈ 6-ാം അധ്യായം 1-ാം വാക്യം 6-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചു. അതിനുശേഷം ഒത്തിരി വാക്യങ്ങൾ ഉണ്ടെങ്കിലും ഇത് വായിച്ചാൽ നമ്മുടെ മെസ്സേജിന് മുൻപോട്ട് പോകാൻ പറ്റില്ല. വായിച്ചു. தாம் பூமியிலே மனுஷனை உண்டாக்கினதற்காக கர்த்தர் மனஸ்தாபப்பட்டார், அது அவர் இருதயத்துக்கு விசனமாயிருந்தது. നിങ്ങൾ എല്ലാവരും ബൈബിള് മുൻപ് വെച്ചതിന് ശേഷം ഞാൻ പറയുമ്പോൾ ആ വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ദൃഷ്ടി പതിച്ചാൽ മതി. ഇവിടെ നോക്കൂ, താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുദപിച്ചു. ആ 6-ാം അധ്യായം തന്നെ ജെനസിസ് ചാപ്റ്റർ 6 വേഴ്സ് 1-ൽ പറയുന്നത് മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി. അപ്പൊ മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി. മനുഷ്യനെ സൃഷ്ടിച്ച വിധങ്ങളൊക്കെ നമുക്കറിയാം. അത് 2-ാം അധ്യായത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശവും മനുഷ്യൻ പെരുകി തുടങ്ങിയപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച അവസ്ഥകളുമാണ് നമുക്ക് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ കഴിയുന്നത്. മനുഷ്യൻ പെരുകി തുടങ്ങിയപ്പോൾ സംഭവിച്ചതെന്നറിയാമോ? ദൈവത്തിന് മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് അനുദപിക്കേണ്ട ഒരു തലത്തിലേക്ക് വരുവാനിടയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സന്തോഷത്തോടെ, സ്നേഹത്തോടെ ആദാമേ എന്ന് വിളിക്കുമ്പോൾ ഓടി വരുന്ന ഒരു മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ചാക്കിയത്. തോട്ടം സൂക്ഷിപ്പാനും കൈകാലികൾ ഭക്ഷിപ്പാനും ഒക്കെ ആക്കിയ മനുഷ്യൻ എന്താ സംഭവിച്ചതെന്നറിയാമോ? ദൈവത്തിന്റെ പദ്ധതിക്ക്, ദൈവത്തിന്റെ പ്ലാനിന് വിരുദ്ധമായി തീരുകയും മനുഷ്യന്റെ വഷളത്വം പെരുകുവാനിടയായി തീർന്നു. അപ്പൊ ദൈവത്തമ്പുരാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഉണ്ടാക്കിയ മനുഷ്യനെ കുറിച്ച് അനുദപിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ ഇത് പിന്നെ ഈ ഒരു ഇതിലൂടെ പറയുമ്പോഴും ചില കാര്യങ്ങള് നമ്മൾ സൃഷ്ടിച്ചു കഴിയുമ്പോൾ ഇപ്പം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യത്തെ കുറിച്ച് നമുക്കെല്ലാം, ഞാൻ അത് പേരെടുത്ത് പറയുന്നില്ലെന്ന്
എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം അതിന്റെ അഫക്റ്റഡ് ആണ്. മനുഷ്യൻ തന്നെ അതിന്റെ ഇത് ഉണ്ടാക്കിയതിനു ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് വരുവാനിടയായി തീർന്നു. ഇന്ന് ലോകം ആകമാനം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ സാരം, മനുഷ്യൻ ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് മനുഷ്യൻ തന്നെ ദുഃഖിക്കുന്നുണ്ട്. ഇന്നും ഓരോരോ രീതിയിൽ നമുക്ക് ആഹാരം, പാർപ്പിടം, വസ്ത്രം എന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ സുരക്ഷയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഏറ്റവും കൂടുതൽ പണവും സാഹചര്യങ്ങളും ഇന്ന് നമ്മുടെ ഗവൺമെന്റുകളെല്ലാം ചെലവഴിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി. മനസ്സിലായോ? മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി. എന്ത് തന്നെ സൃഷ്ടിച്ചപ്പെട്ടാലും എന്ത് തന്നെ ഉണ്ടാക്കപ്പെട്ടാലും എല്ലാം മനുഷ്യനാക്കിയില്ല. ഇന്നത്തെ നമ്മൾ ഇന്ന് ഫുഡ് കഴിച്ചാൽ വിഷമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആകെപ്പാട് ഒരു ഭയപ്പെടുത്തുന്ന അവസ്ഥകൾ ഞാൻ പറഞ്ഞത്. അപ്പൊ ഉണ്ടാക്കിയ അവസ്ഥയിൽ ദൈവം ആ മനുഷ്യനെ കുറിച്ച് ആഗ്രഹിച്ച നിലവാരത്തിൽ നിന്ന് വ്യത്യസ്തമായ തലത്തിലേക്ക് മനുഷ്യൻ പെരുകി തുടങ്ങിയപ്പോൾ, മനുഷ്യൻ വളരെ കൂടിയപ്പോൾ, അവന്റെ ജീവിതത്തിൽ വഷളത്വം വളരെ പ്രബലപ്പെടുവാനിടയായി തീർന്നപ്പോൾ ദൈവം ദുഃഖിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് വിഷമമുണ്ടാകുവാനിടയായി തീർന്നു. He grieved at his heart എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഹൃദയത്തിന് വേദനയുണ്ടായി. ആർക്ക്? നമ്മുടെ ദൈവത്തിന് ഹൃദയത്തിന് വേദനയുണ്ടായി. മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് അവൻ തന്നെ അനുഭവിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യന്റെ ഈ അവസ്ഥ കണ്ടിട്ട്, മനുഷ്യന്റെ ഈ തലങ്ങൾ പോകുന്ന പോക്ക് കണ്ടിട്ട് ദൈവത്തിന് മനസ്സിലായി, ഇവൻ പോകുന്ന തലം അത്ര ശരിയല്ല, ഇവൻ പോകുന്ന നിലവാരം അത്ര ശരിയല്ല, ഇവൻ പോകുന്ന അവസ്ഥകൾ അത്ര ശരിയല്ല. ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? God is planning to destroy them. അല്ലേ? അവരെ എന്ത് ചെയ്യുന്ന 6-ാം അധ്യായം ജെനസിസ് ചാപ്റ്റർ 6:7 നോക്കിയാൽ മതി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. Praise the Lord. ദൈവം തമ്പുരാൻ തീരുമാനമെടുത്തു. ഹല്ലേലൂയ. മനസ്സിൽ വിഷമമുണ്ടായപ്പോൾ, ഹൃദയത്തിൽ വേദനയുണ്ടായപ്പോൾ, ഹൃദയത്തിൽ ഹല്ലേലൂയ ദുഃഖം തളം കെട്ടിയപ്പോൾ, മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് അനുദപിച്ചപ്പോൾ അവനൊരു തീരുമാനമെടുക്കുവാനിടയായി തീർന്നു. അയ്യോ, ഈ മനുഷ്യനെ ഞാൻ നശിപ്പിക്കുവാൻ പോകുകയാണ്. Praise the Lord. Praise the Lord. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവം സ്നേഹവാനായ ദൈവമാണ്. നമ്മുടെ ദൈവം 23-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ നല്ല ഇടയനാണ്. നമ്മെ പരിപാലിക്കുന്ന ദൈവം, നമ്മെ സൂക്ഷിക്കുന്ന ദൈവം, നമ്മെ കരുതുന്ന ദൈവം, നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടതെല്ലാം നൽകിത്തരുന്ന ദൈവമാണ്. എന്നാൽ അവന്റെ കയ്യിൽ എന്തുണ്ടെന്നറിയാമോ? ഒരു വടിയുണ്ട്. Praise the Lord. Hallelujah. അത് നമ്മൾ പലപ്പോഴും മറന്നു പോകുക. നമ്മുടെ ദൈവം ഹല്ലേലൂയ സ്നേഹിക്കുന്ന ദൈവം, കരുതുന്ന ദൈവം, പരിപാലിക്കുന്ന ദൈവം എന്ന് മാത്രം മനസ്സിലാക്കി പോകുന്ന തലങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. Praise the Lord. Hallelujah. Praise the Lord. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അന്ന് ദൈവം ഉപയോഗിച്ച രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അന്നത്തെ തലത്ത് ദൈവം തീരുമാനിച്ച വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ നശിപ്പിക്കുക എന്നുള്ളതാ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവജനമേ, ഇന്ന് ദൈവത്തിന്റെ പാദപീഠത്തിൽ ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ മാനിച്ച്, ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കണം. നമ്മുടെ തലങ്ങളിലേക്ക് നമ്മൾ തന്നെ ചിന്തിക്കണം. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ, ഇവിടെ നിന്ന് എന്നെ കേൾക്കുന്ന ദൈവജനം ഉൾപ്പെടെ നമ്മൾ ഒന്ന് ചിന്തിക്കണം. കർത്താവേ, അങ്ങേ വേദനിപ്പിക്കുന്ന, അങ്ങയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, അങ്ങക്ക് എന്നെ സൃഷ്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന തലത്തിൽ എന്നെ വിളിച്ചത് കൊണ്ട് അങ്ങക്ക് എന്നോട് അനുതാപപ്പെടുന്ന തലത്തിലേക്ക് എന്റെ തലങ്ങൾ എത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് രാത്രിയിൽ ശോധന ചെയ്യുവാൻ തയ്യാറുള്ള ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. Praise the Lord. അങ്ങനെ നമ്മൾ തയ്യാറാകുമ്പോഴാണ് Praise the Lord ദൈവം ക്ഷമിക്കുന്നവനാണ്, ദൈവം നമ്മോട് കരുതുന്നവനാണ്. അനർത്ഥത്തെ കുറിച്ച് അനുതപിച്ചു എന്ന് പറയുന്ന ഭാഗങ്ങൾ നമുക്ക് മറ്റു ഭാഗങ്ങളിൽ കാണുവാൻ കഴിയും. കേൾക്കണേ, നമ്മെ കുറിച്ച് അല്ലെങ്കിൽ നമ്മെ തകർക്കുവാൻ, അല്ലെങ്കിൽ നമ്മെ തകർക്കുക എന്ന് ഉദ്ദേശിക്കുന്ന തലങ്ങളിലേക്കല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും.
ഉണ്ടാകുമ്പോൾ മടങ്ങി വന്ന് ദൈവത്തിന്റെ അടുക്കിലേക്ക് നീ കടന്നു വരുന്നെങ്കിൽ ആ അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കുന്ന ഒരു ദൈവമാ എന്റെ ദൈവം എന്ന് പറയുന്നത്. നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്ന, നമ്മോട് ദയ കാണിക്കുന്ന, നമ്മോട് മനസ്സലിവ് കാണിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. Praise the Lord. Hallelujah. അപ്പൊ നമ്മോട് ക്ഷമിക്കുന്ന ഒരു ദൈവമാണ്, നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്ന ഒരു ദൈവമാണ്, നമ്മെ കരുതുന്ന ഒരു ദൈവമാണ്. Praise the Lord. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ഈ തലങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ദൈവത്തെ വേദനിപ്പിക്കുന്ന അവസ്ഥകൾ എന്റെ മനസ്സിലുണ്ടോ എന്ന് ശോധന ചെയ്യുക. എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. കർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, കർത്താവിനെ നമ്മൾ പണ്ട് കഴിഞ്ഞ ഒരു പ്രാവശ്യം പറഞ്ഞതല്ലേ, യൂദ ഒറ്റ പ്രാവശ്യമേ ഒറ്റിക്കൊടുത്തുള്ളൂ. നമ്മൾ എത്രയോ പ്രാവശ്യമാ എന്റെ ദൈവത്തെ ഹല്ലേലൂയ നമ്മൾ ഒറ്റിക്കൊടുക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ, നമ്മുടെ സ്ഥലങ്ങളിലുണ്ടോ, നമ്മുടെ മനസ്സുകളിലുണ്ടോ, നമ്മുടെ ചിന്തകളിലുണ്ടോ? എല്ലാവരും ശോധന ചെയ്യേണ്ടതാണ്. ആരും തികഞ്ഞവരല്ല, ആരും തികഞ്ഞവരല്ല. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും നമ്മളൊന്ന് ശോധന, കർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, കർത്താവ് നമ്മെ നോക്കിയിട്ട് അനുതപിക്കുന്ന തലങ്ങൾ എന്തെങ്കിലും എന്റെ ജീവിതത്തിലുണ്ടോ എന്ന് ശോധന ചെയ്യുവാൻ ഇന്ന് രാത്രികാലം തയ്യാറെടുക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെ താഴ്ത്തി ഏൽപ്പിക്കുന്നെങ്കിൽ, താഴ്ത്തി ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നുവെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് കേട്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചൻ എന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചിട്ട് നമ്മൾ വിളിച്ചു പറയണം, കർത്താവേ എന്റെ കുറവശങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ദേശത്തിന് സൗഖ്യം വരുത്തുമെന്നാണ്. ഇന്ന് ദേശമെല്ലാം പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദേശങ്ങളെല്ലാം വളരെ പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലത്തിലാണ് നമ്മളെല്ലാം എത്തപ്പെട്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കുറവശങ്ങൾ ദേശത്തിന് സൗഖ്യമായി തീരുവാൻ ഹല്ലേലൂയ കാരണമായി തീരുവാനിടയായി തീരരുത്. അതുകൊണ്ട് നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട്, നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, കർത്താവേ അങ്ങയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന അവസ്ഥകൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്, അങ്ങക്ക് അനുദപിക്കേണ്ട അവസ്ഥകൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. Praise the Lord. Hallelujah. ആ ഒരു ശുദ്ധീകരണം. അതുകൊണ്ടാണല്ലോ പറയുന്നത്, വ്യസനത്തിലുള്ള മാർഗസംഘടനക്കാരൻ പ്രാർത്ഥിക്കുന്നത്, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിലേക്ക് എന്നെ നടത്തണമേ എന്ന് ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറായി ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ ദൈവം ഈ ദേശത്തിന്മേൽ ദൈവത്തിന്റെ കരം അവിടുന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്നവർ എന്നോടൊപ്പം ചേർന്ന് ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ദൈവം തമ്പുരാനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവം തമ്പുരാനെ അനുദപിച്ച് തന്റെ ഹൃദയത്തിന് വേദന കൂടിയിട്ട് മനുഷ്യനെ നശിപ്പിക്കാൻ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് അവിടെ കാണുവാനായി കഴിയുന്നത്. ഇനി നോക്കി, എർത്തിന്റെ അവസ്ഥയൊന്ന് നോക്കിയേ. Men began to multiply, അല്ലേ? മനുഷ്യരെന്ത് ചെയ്യുന്നറിയാമോ? പെരുകി തുടങ്ങുവാനിടയായി. അത് മാത്രമല്ല, ഒരു wicked earth ആണ്. എന്താണ്? വളരെ വിക്കടായിട്ടുള്ള ദുഷ്ടത നിറഞ്ഞ ഒരു എർത്തിലേക്ക് അതിന്റെ 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. Thoughts of his heart was real only evil continually, അല്ലേ? അവിടെ നിരൂപണങ്ങളൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ? തുടർമാനമായിട്ട് എന്താണെന്നറിയാമോ? അവിടെ തീരുമാനങ്ങളും അവരുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളൊക്കെ പാപമുള്ളതായിരുന്നു, ദുഷ്ടത നിറഞ്ഞതായിരുന്നു, നല്ലതല്ലായിരുന്നു. നല്ലതൊന്നും ചിന്തിക്കുന്ന കാര്യങ്ങള് അവരെ സംബന്ധിച്ചിടത്തോളം പറവ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്ന അവിടെ എഴുതിയിരിക്കുന്നത്. ദുഷ്ടത എന്താണെന്നറിയാമോ? വലിയതെന്ന അവിടെ എഴുതിയിരിക്കുന്നത്. ഗ്രേറ്റ് ഓൺ ദി എർത്ത്, അല്ലേ? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, അവന്റെ ദുഷ്ടത ഗ്രേറ്റ് ഓൺ ദി എർത്ത്. Praise the Lord. ആ ഒരു തലത്തിലൂടെ അവര് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. Praise the Lord. Hallelujah. അവന്റെ നിരൂപണമൊക്കെയും ദോഷമുള്ളത് എന്ന് ദൈവം കാണുവാനിടയായിട്ടുണ്ട്. ഇനി നോക്കൂ, അവിടെ ഇത്രയും ഒരു തലത്തിലാണ്
എർത്തായിരിക്കും. അപ്പോ എർത്തിന്റെ പ്രശ്നം മനുഷ്യര് പെരുകി ദുഷ്ടത വർദ്ധിച്ചു, അവന്റെ ഹൃദയ നിരൂപണങ്ങളെല്ലാം ദോഷമുള്ളതായി തീർന്ന ഒരു സാഹചര്യത്തിലാണ് 8ാം വാക്യത്തിലേക്ക് വന്നേ. അതിൽ 8ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പ്രൈസ് ദ ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവപൈതലേ. പ്രൈസ് ദ ലോർഡ്. ദുഷ്ടത നിറഞ്ഞപ്പോൾ, സാഹചര്യങ്ങൾ വല്ലാതെ ആയിരുന്നപ്പോൾ, ഹല്ലേലൂയ, മനുഷ്യന്റെ ദുഷ്ടത നിരൂപണങ്ങളൊക്കെ ദോഷമുള്ളതായി തീർന്നപ്പോൾ, ദോഷമില്ലാത്ത നിരൂപണമുള്ള, ദുഷ്ടത ചെയ്യാത്ത ഒരു ദൈവദാസൻ അവിടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. അവന്റെ പേരാണ് നോഹ എന്ന പേര്. പ്രൈസ് ദ ലോർഡ്. ആ ദൈവദാസന് വേണ്ടി ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ ചൊരിയപ്പെടുവാനിടയായി തീർന്നു. രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവപൈതലേ, ഈ ലോകത്തിന്റെ ചുറ്റുപാടുകളും ഈ ലോകത്തിന്റെ സാഹചര്യങ്ങളും ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ നോഹയുടെ തലങ്ങളിലേക്ക്, ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ എത്തപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. എന്നാൽ അതിന്റെ മധ്യത്തിൽ കൃപ ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ഫേവർ ലഭിച്ച ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതിന്റെ മധ്യത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇങ്ങനെ ദുഷ്ടത നിലനിൽക്കുന്ന ഒരു തലത്തിൽ വിശുദ്ധിയും വേർപാടും പാലിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി കരുത്തോടെ ഊർജ്ജസ്വലതയോടെ നിൽക്കുന്ന ഒരു ദൈവജനത്തെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ, ഈ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ദോഷമുള്ള നിരൂപണമുള്ള ജനതയുടെ മധ്യത്തിൽ മറ്റുള്ളവർ വിളിച്ചു പറയണം, ഒരു നോഹയെ പോലെ ഒരു കർത്താവിന്റെ ദാസനാണിവൻ, ഒരു നോഹയെ പോലെ ഒരു കർത്താവിന്റെ മകനാണിവൻ, ഒരു നോഹയെ പോലെ കർത്താവിന്റെ മകളാണിവൻ ഇവളെന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ ഫേവർ നമ്മുടെ മേൽ കർത്താവ് ചൊരിഞ്ഞിരിക്കാൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ, യഹോവയുടെ കൃപ നോഹയ്ക്ക് ലഭിക്കുവാനിടയായി. മനുഷ്യന്റെ ദൃഷ്ടിയിലല്ല നോഹയ്ക്ക് കൃപ ലഭിച്ചത്, മനുഷ്യന്റെ ദൃഷ്ടിയിൽ ലഭിച്ച കൃപയല്ല, പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ. പ്രൈസ് ദി ലോർഡ്. യഹോവ നോക്കിയപ്പോൾ, ദൈവം നോഹയെ സ്കാൻ ചെയ്തപ്പോൾ അവൻ നല്ല വ്യക്തി എന്ന് ദൈവത്തിന് തോന്നുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവചനം 14-ാം അധ്യായം 20-ാം വാക്യം നമ്മൾ വായിച്ചാൽ അവിടെ നോഹയെ കുറിച്ച് പറയുന്നുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ നോഹയുടെ കുറിച്ച്, നോഹയുടെ നീതി, നോഹയുണ്ടെങ്കിലും നീതി അവരവരുടെ നീതിക്കനുസരിച്ച് അവർ പോകത്തുള്ളൂ എന്ന് പറയുന്ന ഒരു ഭാഗം കാണുവാനൊക്കെ കഴിയും. അപ്പം നോഹയെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നോഹയെ 10ാമത്തെ ജനറേഷനാണ്. ആദാം തൊട്ട് 10ാമത്തെ ജനറേഷനാണ് നോഹ. നോഹയുടെ ഗ്രാൻഡ് ഫാദർ ആണ് മെതുസലേക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 27-ാം വാക്യത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പം ആ വ്യക്തി മെതുസലേക്ക് 969 വർഷക്കാലം ജീവിച്ചു. നോഹ ഏതാണ്ട് 500 വയസ്സായപ്പോഴാണ് സൺസായ ജാഫത്ത്, ഷേം, ഹാം എന്നിവരെ ജനിപ്പിച്ചത്. ഇനി ഈ പ്രളയത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ 600 വയസ്സ്. അങ്ങനെ ദൈവത്തിനു വേണ്ടി നിലനിന്ന ഒരു ഭക്തനായ വ്യക്തിയായിരുന്നു നോഹ എന്ന് പറയുന്നത്. ഹി കെപ്റ്റ് ഹിസ് ഇന്റഗ്രിറ്റി. ഇന്ന് എല്ലാവർക്കും ഇല്ലാത്തൊരു സാധനം അതല്ലേ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു നീതിയുള്ള ഒരു മനുഷ്യനായിരുന്നു. എസെക്കിയേൽ പ്രവചനത്തിൽ പറയുന്നു, ഹി വാസ് എ ജസ്റ്റ് മാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ബ്ലെയിംലെസ് ആയിരുന്നല്ലേ, എന്ന് പറഞ്ഞാൽ കുറ്റമില്ലാത്തവനായിരുന്നു. ഹി വാസ് റൈറ്റ് പ്രിൻസിപ്പിൾ ഉള്ള വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള വ്യക്തിയായിരുന്നറിയാമോ? ജീവിതത്തിൽ റൈറ്റ് പ്രിൻസിപ്പിൾ ഉള്ള വ്യക്തിയായിരുന്നു.
ദൈവത്തിന്റെ കൃപ ലഭിക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ കൃപ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത്. അപ്പൊ ഒന്നാമത് ഇന്റഗ്രിറ്റി സൂക്ഷിക്കണം. രണ്ടാമത് ജസ്റ്റ് മാൻ, ഹല്ലേലൂയ, എന്ന് പറഞ്ഞാൽ ബ്ലെയിംലെസ് മനുഷ്യനായിരിക്കണം, റൈറ്റസ് പേഴ്സൺ ആയിരിക്കണം. 3, പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കണം. ചില പ്രിൻസിപ്പിൾസ് അല്ലേ, റൈറ്റ് പ്രിൻസിപ്പിൾസ് ആയിരിക്കണം. ബാഡ് പ്രിൻസിപ്പിൾസ് അല്ല ഞാൻ പറഞ്ഞത്, മറ്റുള്ള തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് അല്ല പറഞ്ഞത്. റൈറ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നല്ല രീതിയിലുള്ള കോൺവെർസേഷൻ ആയിരിക്കണം. നമ്മുടെ വാക്കുകൾ എല്ലാം എന്തായിരിക്കണം എന്നറിയാമോ? ഉപ്പിനാൽ രുചി വരുത്തുന്നത് ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പിന്നെ ദൈവത്തെ സ്നേഹിക്കുകയും ഡിവോട്ട് ആയിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം. ഇന്ന് ആർക്കും ആ ഒരു കാര്യം ഇന്ന് ആർക്കും ഇല്ല, ഹോണസ്റ്റ് അല്ല. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ നിങ്ങളെ ആരെയും കുറ്റം പറയുകയില്ല. നമ്മളെല്ലാവരും ഇന്ന് സൂമിൽ ഒക്കെ ആരാധന കഴിക്കുന്നു, ആരാധന നടക്കുന്നുണ്ട്. ആരാധന നടക്കുമ്പോൾ തന്നെ നമ്മൾ എത്രമാത്രം ഹോണസ്റ്റ് ആണ്, നമ്മൾ എത്രമാത്രം ഡിവോട്ട് ആണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് പലരും ഇന്നലെ നമ്മുടെ മെയിൻ ചർച്ചില് ഒരു കർത്താവിന്റെ ദാസൻ ഉണ്ടായിരുന്നു. ആ ദാസൻ പറഞ്ഞു, എനിക്ക് ഇവിടെ ഇരിക്കുന്ന പിന്നെ ഇങ്ങനെ കുറെ വിൻഡോകളെ നോക്കി പ്രസംഗിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ചേരം ഓഫ് ആക്കിയിട്ടിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ ഓൺ ആക്കി. ഞാൻ പറഞ്ഞത്, അപ്പം എന്താ സംഭവിക്കുന്ന അറിയാമോ? ഈ ഓഫ് ആക്കിയിട്ടിട്ട് നമ്മളെ തന്നെ നമുക്ക് പ്രദർശിപ്പിക്കാം, അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാന്ന് ഉദ്ദേശിക്കുന്ന വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ തന്നെ വളരെ കാര്യമായിട്ട് നിലവാരത്തിൽ മറ്റുള്ളവർ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞു മനസ്സിലായോ? ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മുമ്പ് നമ്മൾ എല്ലാവരും എന്തായിരിക്കണം? ഹൈഡായിട്ടിരിക്കാനാ എല്ലാവർക്കും താല്പര്യം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താ കാരണം എന്ന് അറിയാമോ? ഹല്ലേലൂയ. പലരും മീറ്റിങ്ങിനൊക്കെ ഇരിക്കുന്നത് പല രീതിയില്ല. പ്രൈസ് ദി ലോർഡ്. ചിലര് കടന്നുകൊണ്ട്, ചിലര് ഹല്ലേലൂയ പിന്നെ അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചിലര് പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്. ഇവിടെ പലരെയും ഞാൻ കാണുന്നുണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടെ ദൈവോദനത്തിന് മുമ്പാകെ ആയിരിക്കുന്ന പലരെയും എനിക്ക് ഈ സൂമിലൂടെ കാണുവാൻ കഴിയുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇവിടെ ഉള്ള കാര്യങ്ങളല്ല, ഞാൻ പറഞ്ഞത് ഇന്ന് ഓകാണമായി കാര്യങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞപ്പോ തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു ഒരു ചിത്രീകരണം, ഞാൻ നമ്മുടെ ക്രിസ്തീയ എനിക്ക് ഒരു സ്റ്റേജിലെങ്ങാണ്ട് നടത്തിയ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഭാഗം എനിക്ക് കാണുവാൻ കഴിഞ്ഞു. അതിനകത്ത് സൂമിലെ ആരാധനയാണ് അവരുടെ വിഷയം എന്ന് പറയുന്നത്. ആ സൂമിലെ ആരാധനയിൽ വളരെ കണ്ണുനീരൊഴുക്കുന്ന ഒരു ആന്റിയെ അവിടെ കാണുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു ആത്മാർത്ഥതയോടുകൂടെ ആന്റിയെ പ്രസംഗമൊക്കെ കേട്ട് കരയുവാണെന്നാണ് ഞാൻ വിചാരിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോ നോക്കിയപ്പോഴാ ആ വീട് താഴോട്ട് പിടിച്ചപ്പോഴാ മനസ്സിലായത് ആന്റി ഉള്ളി അരിയുകയായിരുന്നു അവിടെ നിന്ന്. ഉള്ളി അരിഞ്ഞപ്പോ ഈ കണ്ണീന്ന് ഈ ഉള്ളി അരിയുമ്പോ സ്വാഭാവികമായിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമല്ലോ. അപ്പൊ കണ്ണുനീര് ഇങ്ങനെ ധാരയായിട്ട് ഒഴുകുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തെ കുറിച്ചുള്ള തീഷ്ണത കൊണ്ടല്ല. ഉള്ളി അരിഞ്ഞപ്പോൾ കണ്ണുനീര് വന്നയാണെന്ന് പിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു തമാശ രീതിയിൽ അവർ അവതരിപ്പിച്ച ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതൊരു വാർത്തയായിട്ട് ഞാൻ കാണുവാനായിട്ട് ഞാൻ പറഞ്ഞത്, ഇതാർക്കും കാണാൻ താല്പര്യമില്ല. മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതിന്റെ പ്രവൃത്തി കാണും, ഞാൻ എങ്ങനെയാ ഇരിക്കുന്നതെന്ന് കാണും, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണും, ഞാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയില്. പക്ഷെ ഓർക്കണം, നമ്മൾ എവിടെ ഇരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവം തന്ന മാധ്യമമാണിത്. ഇല്ലെങ്കിൽ നമുക്ക് ഇതും കൂടി ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ ചിന്തിച്ചു നോക്കിയേ. ഈ അവസ്ഥകളെ മനസ്സിലാക്കിയിട്ട് വളരെ ഞാൻ ദൈവത്തിന്റെ കൃപകളെ അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ ദൈവം നമ്മെ വാസ്തവമായി അനുഗ്രഹിക്കുവാനിടയായിത്തീരും. ഞാൻ പറഞ്ഞതിന്റെ സാരം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹോണസ്റ്റും ഡിവോട്ടുമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ എല്ലാവരും ആരായിരിക്കണം? ആരാധനയിൽ എങ്ങനെ ആയാലും പറഞ്ഞു മനസ്സിലായോ? ഒരു പക്ഷെങ്കിലും നമുക്ക് ഇനി ഈ ഒരു കുറച്ച് നാളും കൂടെ എടുത്താലും നമ്മൾ സൂമിലാണ് ദൈവത്തെ സ്തുതിക്കുന്നതെങ്കിലും വി ഷുഡ് ബി ഹോണസ്റ്റ്, വി ഷുഡ് ബി ഡിവോട്ട്. ഹല്ലേലൂയ. നമ്മൾ ആരായിരിക്കണം എന്നറിയാമോ? നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണം, നമ്മൾ വിശ്വസ്തരായിരിക്കണം, നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം തന്ന സാഹചര്യങ്ങളെ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവം തന്ന അവസരങ്ങൾ വളരെ വിലപ്പെട്ടതെന്ന് മനസ്സിലാക്കി അത് ഉപയോഗിക്കുവാൻ നമ്മൾ തയ്യാറാവണം.
Praise the Lord. Hallelujah. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോ അദ്ദേഹം ഹോണസ്റ്റ് ആയിരുന്നു, ഡിവോട്ട് ആയിരുന്നു. Praise the Lord. Hallelujah. ഇനി അടുത്ത് നോക്കേ, constant care to do the will of God. ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നതിന് വളരെ തീഷ്ണതയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ആരെന്ന് പറയുന്നത്? നോഹ എന്ന് പറയുന്നത് അല്ലേ? നോഹ യഹോവ കൽപ്പിച്ചതുപോലെ നോഹ ചെയ്തു. Praise the Lord. നോഹ ആര് കൽപ്പിച്ചതുപോലെ ചെയ്തു? മനുഷ്യന്റെ സാങ്കല്പിക കാൽക്കുലേഷൻ അനുസരിച്ചല്ല നോഹ പെട്ടകം പണിയുവാനിടയായി തീർന്നത്. മറ്റുള്ള ആശാര്യന്മാരുടെ തോതനുസരിച്ചല്ല നോഹ പെട്ടകം പണിയുവാനിടയായി തീർന്നത്. നോഹ പെട്ടകം പണിഞ്ഞത് ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ തോതനുസരിച്ച്, ദൈവത്തിന്റെ അളവനുസരിച്ച്, ദൈവത്തിന്റെ കണക്കനുസരിച്ച്, ദൈവത്തിന്റെ കാൽക്കുലേഷൻ അനുസരിച്ച് നോഹ പെട്ടകം പണിയുവാനിടയായി തീർന്നു. Praise the Lord. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ പെട്ടകങ്ങൾ പണിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള സാഹചര്യങ്ങളെ, മുൻപോട്ടുള്ള കാര്യങ്ങളെ കണക്ക് കൂട്ടുമ്പോൾ നമ്മുടെ ഹൃദയപ്രകാരമല്ല നമ്മൾ പ്ലാൻ തയ്യാറാക്കേണ്ടത്, നമ്മുടെ ഇഷ്ടപ്രകാരമല്ല നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ദൈവത്തിന്റെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ച്, ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച്, ദൈവത്തിന്റെ വില്ലിനനുസരിച്ച്, ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ മുൻപോട്ട് ചലിപ്പിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം തന്നെയാണ്. Praise the Lord. Hallelujah. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറയുന്നതിൽ യാതൊരു തെറ്റും ഞാൻ പറയത്തില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് എന്തും മനുഷ്യരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കളിയാക്കും. Praise the Lord. Hallelujah. മനുഷ്യരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മറ്റു പലതും ചിന്തിക്കും. അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് നമ്മുടെ ആഗ്രഹങ്ങൾ, എത്ര വലിയ ആഗ്രഹം ആയിക്കോട്ടെ, ദൈവത്തോടങ്ങ് പറഞ്ഞോണം. ദൈവമേ, ഒരുപക്ഷെ നമുക്കൊക്കെ തോന്നും അംബാനിയായി കൊള്ളാമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ദൈവം അങ്ങനെ പിണങ്ങത്തൊന്നുമില്ല. പക്ഷെങ്കിൽ അതിനപ്പുറത്തൊന്ന് കൂട്ടിച്ചേർത്തോണം. കർത്താവേ, അങ്ങയുടെ ഹിതം എന്റെ വിഷയത്തിന്മേൽ വെളിപ്പെടണം. അങ്ങയുടെ ഹിതമാണെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കാവൂ. അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാവൂ. എന്റെ കണക്കൂട്ടൽ അനുസരിച്ചല്ല, എന്റെ തോതനുസരിച്ചല്ല, എന്റെ കണക്കനുസരിച്ചല്ല കർത്താവെ എന്റെ ഗതിയും വിഗതിയും ഞാൻ നിയന്ത്രിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കേണ്ടത് അങ്ങയുടെ ഹിതപ്രകാരം. അങ്ങനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ തലത്തിലാണെങ്കിൽ ആ തലത്തിൽ, അല്ല മറ്റൊരു തലത്തിലാണെങ്കിൽ ആ തലത്തിൽ അങ്ങയുടെ ഹിതപ്രകാരം, അങ്ങയുടെ വില്ലനുസരിച്ച് ചലിക്കുവാൻ ഞാനിതാ തയ്യാറാകുന്നു. എത്ര പേർക്കെന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും അങ്ങനെ? കർത്താവേ, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതെല്ലാം എനിക്കറിയാം ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളാണെന്ന്. പക്ഷേ എന്റെ ആഗ്രഹങ്ങൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും വിവേചിക്കുവാനുള്ള കൃപയും കരുണയും എനിക്ക് തന്ന് അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് എന്നെ ചലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിപ്പാൻ കഴിവുള്ള ദൈവജനത്തെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. Praise the Lord. Hallelujah. പറഞ്ഞതിന്റെ സാരം Praise the Lord. Hallelujah. പടം വരച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത് ജസ്റ്റ് അതൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കളിയാക്കും, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയുന്നതിനൊന്നും ഒരു കുഴപ്പവും ദൈവത്തിനില്ല. പക്ഷേ അപ്പുറത്ത് ഇതുകൂടെ പൂരിപ്പിച്ചോണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇതുകൂടെ പൂരിപ്പിച്ചോണം. എന്താ? ദൈവമേ, അങ്ങയുടെ ഹിതം എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ബോധ്യം എനിക്ക് തരണമേ. Praise the Lord. Praise the Lord. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അനുഗ്രഹമായി തീരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 23-ാം സങ്കീർത്തനത്തില് വടിയാ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നു. കർത്താവിന്റെ ദാസൻ ഇന്ന് അത് ശുശ്രൂഷിച്ചപ്പോ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാൻ പോകുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞത് കർത്താവിന്റെ ദാസൻ അതിന്റെ കോൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ വടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഓർത്തുകൊള്ളണം. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക, ആഗ്രഹങ്ങൾ പറയുന്നതൊന്നും തെറ്റല്ല. പക്ഷേ ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറായിക്കോണം. ദൈവത്തിന്റെ ഹിതത്തിന് അപ്പുറത്തോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ ചലിക്കാതെ എന്റെ ഗമനം ദൈവം ആഗ്രഹിക്കുന്ന മാസ്റ്റർ പ്ലാനിന് അനുസരിച്ചായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ള ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, ഞാൻ വലിയ അംബാനി ആയില്ലേ? കർത്താവെ, ഞാൻ ഈ ലോകത്തിൽ ഒന്നും ആയില്ലേ? എനിക്കൊന്നും നേടാൻ പറ്റിയില്ലേലും കർത്താവെ, അങ്ങയുടെ ഹിതപ്രകാരം
എനിക്ക് മുൻപോട്ട് പോകുവാനുള്ള മനസ്സെനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മളെങ്കിൽ എത്തപ്പെട്ടിട്ടില്ല. ഞാന് മുമ്പോട്ട് പോകുവാനിടയായി തീരട്ടെ. അപ്പം ദൈവത്തിന്റെ ഹിതമനുസരിച്ച് തയ്യാറുള്ള ഒരു വ്യക്തിത്വമാണ് എന്ന് വെച്ചാൽ അനുസരണമുള്ളവനായിരുന്നു. ഇനിയും നോക്കിയേ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ഫേവറിന് വേണ്ടി ആ ഉയരത്തിലേക്ക് നോക്കുന്ന ഭക്തനെ, ദൈവത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസത്തോടുകൂടെ ഉയരത്തിലേക്ക് നോക്കുന്ന ഭക്തനെ ദൈവത്തിന്റെ കൃപ കൊണ്ട് പൊതിയുന്നവനാ എന്റെ സ്വർഗത്തിലെ അപ്പച്ചൻ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ, ഈ മ്ലേച്ഛത പ്രവർത്തിക്കുന്ന ലോകത്തിൽ, അതിക്രമം പെരുകിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ നോഹ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി വിശ്വാസത്തോടെ ഉയരത്തിലേക്ക് തന്റെ കണ്ണുകളെ ഉയർത്തിയപ്പോൾ സ്വർഗത്തിലെ അപ്പച്ചൻ തന്റെ കരം ചലിച്ചു. അവിടെ അടങ്ങിയിരുന്നില്ല, എഴുന്നേക്കുവാനിടയായി തീർന്നു. നോഹയെ കൃപ കൊണ്ടങ്ങ് പൊതിയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊന്നും കിട്ടിയില്ലേലും, മറ്റൊന്നും നേടിയില്ലേലും ദൈവത്തിന്റെ കൃപ കൊണ്ട് പൊതിയപ്പെടുന്നതിനേക്കാൾ വലിയൊരു അനുഗ്രഹവും ഭാഗ്യപദവിയും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ വേറെയില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് അധികം പണമില്ലേലും, ഞാൻ വലിയ ഡെവലപ്മെന്റ് കടന്നില്ലേലും, ഹാലലിയ വലിയ ചിക്കൻ മട്ടൻ ബിരിയാണി ഒന്നും കഴിച്ചില്ലേലും, ഹാലലിയ വലിയ മുന്തിയ വണ്ടിയിലൊന്നും സഞ്ചരിച്ചില്ലേലും, ദൈവത്തിന്റെ കൃപ എന്റെ മേൽ പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ കാര്യം വേറെ ഒന്നുമില്ല. അത് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ കൊണ്ട് നോഹ അങ്ങ് പൊതിഞ്ഞു. ചുമ്മാതെ പൊതിയത്തില്ല കേട്ടോ, ഞാൻ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ. ചുമ്മാതെ അങ്ങോട്ട് എന്ന് കർത്താവേ കൃപയെ 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 എന്ന് പറഞ്ഞ് പാടിയിട്ട് കാര്യമില്ല. കൃപ അങ്ങനൊന്നും ചൊരിയത്തില്ല. നോഹ നടന്നതുപോലെ നടന്നാൽ മാത്രമേ ആ കൃപ ഇങ്ങോട്ട് വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. നോഹയ്ക്ക് കൃപ ലഭിച്ചപ്പോൾ ഒരു പ്രത്യേക വിഷനും മിഷനും കിട്ടി. എന്താ വിഷനും മിഷനും? എന്റെ മുമ്പ് സമയം പോയി, ഒന്ന് എന്റെ തൊണ്ടയും കൂടെ അടഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ മിഷനും വിഷനും കൂടെ അങ്ങ് കിട്ടി. എന്താ വിഷൻ? വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോഹയെ വിളിച്ചിട്ട് പറഞ്ഞു, നോഹേ ഒരു കാര്യം സംഭവിക്കാൻ പോവുക, എന്തായാലും ഇവന്മാര് നന്നാവുന്ന ലക്ഷണമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ അടിക്കണ്ട സാറേ, ഞാൻ നന്നാവത്തില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരിക്കുന്ന തലത്തില ഇവന്മാരുടെ പോക്ക്. പക്ഷെ നീ എന്റെ കൃപ ലഭിച്ചവൻ, പക്ഷെ നിനക്കൊരു വിഷൻ ഞാൻ തരാൻ പോകും. എന്താ വിഷൻ? ഹല്ലേലൂയ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഇതുവരെയും മഞ്ഞുകൊണ്ട് ആണ് അവിടെ നനച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതുവരെയും മഴയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരു ജനതയോട് ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ എന്ത് ചെയ്യണം പറയാൻ പോവാ? നീ പ്രസംഗിക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ ജനതയെ ദൈവം തമ്പുരാൻ അങ്ങോട്ട് ഒരു വിഷനിലൂടെ കാണിച്ചിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ ഈ ജനതയെ മൊത്തം നശിപ്പിക്കാൻ പോവുക. പക്ഷെ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവർക്ക് കുറച്ച് സമയം കൊടുക്കാം. കുറച്ച് സമയം ഞാൻ കൊടുക്കാം. ഒന്നും രണ്ടോ അല്ല, ഒരുപാട് സമയം ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ പോവുക. അതിൽ മാനസാന്തരപ്പെട്ടാൽ രക്ഷപ്പെട്ടു. മനസ്സിലായോ? മാനസാന്തരപ്പെട്ടില്ലേ പോക്കാം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പ്രൈസ്. കുറച്ച് സമയം തരുന്നതേ കുറച്ചുകൂടെ പേര് മാനസാന്തരപ്പെടാനാണ്. കുറച്ചുകൂടെ പേര് അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് ഒന്നുകൂടെ മാനസാന്തരപ്പെട്ടവര് തന്നെ ഒന്ന് പെടുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മോട് കരുണ കാണിക്കുന്നതേ, ദൈവം വരാൻ താമസിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ കാലം അല്പം കൂടെ നീട്ടുന്നുവെങ്കിൽ, ദൈവം യേശു കർത്താവ് ഇന്ന് ഹല്ലേലൂയ അല്പം കൂടെ മുൻപോട്ട് അല്ലെങ്കിൽ തന്റെ വരവിനെ നീക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്ന ഞാനും കൂടെ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളും കൂടെ ഒന്നുകൂടെ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് അടുക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. സമയം തരുന്നുണ്ട്. സമയം തരുമ്പോൾ തക്കത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ, അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, ഇത് ദുഷ്കാലമാകിയാൽ സമയം ചെയ്യണം, തക്കത്തിൽ ഉപയോഗിക്കും. തക്കത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് കൈവെട്ടപ്പെടുവാനിടയായി തീരും. പെട്ടകത്തിന്റെ വാതിലടയ്ക്കും.
പെട്ടകത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി എന്നും തുറന്നിരിക്കത്തില്ല. പെട്ടകത്തിന്റെ വാതിൽ ഒറ്റ വാതിലേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അനേക വാതിലൊന്നും വെച്ചില്ല. ഞാൻ വേഗത്തില് പോകാൻ പോവുക. ഇനിയും ഒരു 5 മിനിറ്റ് കൂടെ എന്റെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇനിയും അധികം മെസ്സേജിലേക്ക് മുമ്പോട്ട് പോകുന്നില്ല. ഇതെല്ലാം കൂടെ ഒരു സംക്ഷിപ്തമായിട്ട് ഞാൻ പറയാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. വിഷൻ ലഭിച്ചു. വിഷൻ ലഭിച്ചപ്പോൾ മിഷൻ ലഭിച്ച നോഹ എന്ത് ചെയ്യുന്നറിയാമോ? ദർശനവും കാഴ്ചപ്പാടും കിട്ടിയ നോഹ പ്രൈസ് ദി ലോർഡ് പ്രസംഗിക്കാൻ തുടങ്ങി. ഹലോ ഹലോ ഹലോ, ഒറ്റ കാര്യം മാത്രം, നിങ്ങളെല്ലാം ദൈവം നശിപ്പിക്കാൻ പോവുക. നിങ്ങളെല്ലാവരും മാനസാന്തരപ്പെട്ടോണം, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞോണം. ഹാലൊരു മഴയെന്ന് കേട്ടപ്പോഴേ ആൾക്കാർ ചിരിക്കാൻ തുടങ്ങി അല്ലേ? അവരെല്ലാം കൂടെ ചിരിക്കാൻ തുടങ്ങി. യങ് ജനറേഷൻ ചിരിക്കാൻ തുടങ്ങി, നെയ്ബേഴ്സ് ചിരിക്കാൻ തുടങ്ങി, ഫ്രണ്ട്സ് ചിരിക്കാൻ തുടങ്ങി, റിലേറ്റീവ്സ് ചിരിക്കാൻ തുടങ്ങി, ഇമ്മ്യൂണിറ്റി ആൾക്കാർ ചിരിക്കാൻ തുടങ്ങി, സ്വന്തം അടുത്ത ബന്ധക്കാർ ചിരിക്കാൻ തുടങ്ങി. ഇനി എന്തിനേറെ പണിയാമെന്ന പണിക്കാർ വരെ ചിരിക്കാൻ തുടങ്ങി കാണും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ആരെ നോക്കിയിട്ട് കളിയാക്കുക? എലിഫനായി നോഹ നിൽക്കുക. പക്ഷേ എന്നും നീ എലിഫനായി നിൽക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദിവസം ആകാശത്തിന്റെ കിളിവാതിലൊക്കെ തുറക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദിവസം വരെ നിനക്ക് കിളിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇത് നമ്മെ പല്ലിളിച്ച് കാണിക്കുന്നവരില്ലേ? ഇന്ന് നമ്മെ കോക്കാനം കാണിക്കുന്നവരില്ലേ? കോപ്രായങ്ങൾ കാണിക്കുന്നവരില്ലേ? ഇവരെല്ലാം ഇന്ന് കാണിച്ചോട്ടെ, അവരൊക്കെ കാണിക്കട്ടെ. അധിക നാൾ കാണിക്കത്തില്ല. ഒരു ദിവസം എന്റെ ആത്മപ്രണവാളൻ എന്റെ കർത്താവും മടങ്ങി വരും. ആ സമയത്ത് അവരെലിഫേരാകും. ഞാൻ പറന്നു പോകുവാനുണ്ട്. എത്ര പേര് സന്തോഷമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇവരെല്ലാം പരിഹസിച്ചു കാണും. കാരണം ഇതുവരെയും കേട്ടിട്ടില്ലാത്ത കാര്യമാ പറയുന്നത്. ഇനിയും ഇവരെവിടാ പണിയുന്നതെന്ന് അറിയാമോ? സമുദ്രത്തിന്റെ ആ ഭാഗത്ത് നിന്ന് ഒരുപാട് ദൂരത്താ പെട്ടകവും പണിയുന്നത്. സമുദ്രത്തിന്റെ അടുത്ത് പണിയുകയാണെങ്കിൽ അല്പം കൂടെ ആൾക്കാർക്ക് മനസ്സിലാക്കും. ലോജിക്ക് കൊണ്ടും ഒന്നും പറ്റുന്നില്ല. ആ ഒരു തരത്തിൽ എത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന്റെ കൃപ നോഹയുടെ മേലുണ്ടായിരുന്നു. നോഹ പ്രസംഗിച്ചു. ആരും മാനസാന്തരപ്പെട്ടില്ല. പെട്ടകം പണിതു. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാമോ? വെള്ളം പൊങ്ങുവാനിടയായി തീർന്നു. വെള്ളം ഉയരുവാനിടയായി തീർന്നു. വെള്ളം പൊങ്ങി. ഹല്ലേലൂയ. ഞാൻ വായിച്ച വചനത്തിലേക്ക് ഞാൻ വേഗത്തിലേക്ക് വരുവാൻ പോകുകയാണ്. ഇനി 4 മിനിറ്റ് മാത്രമേ മുമ്പുള്ളൂ. ഹല്ലേലൂയ. പൊങ്ങി പെട്ടകം എങ്ങും ഉറയ്ക്കത്തില്ലെന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിലാണ് നോഹ എത്തപ്പെട്ടിരിക്കുന്നത്. വെള്ളത്തിന്റെ മുകളിൽ ഹല്ലേലൂയ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്തെല്ലാം ഉണ്ടെന്നറിയാമോ? ഈ പെട്ടകത്തിനകത്തുള്ളവരെ കുറിച്ചൊക്കെ ഒരു ചിന്തകൻ പ്രകാരം പറഞ്ഞിട്ടുണ്ട്. അത് ഹല്ലേലൂയ നമ്മുടെ വിശ്വാസികളെ കുറിച്ച് ഉള്ള ചിന്തകളാണ് ആ ചിന്തകന്റെ മനസ്സിലൂടെ കടന്നു വരുന്നത്. ഒരു തിയോളജിയനാണ് പറയാനിടയായിത്തീർന്നത്. അദ്ദേഹം പറഞ്ഞത്, ഇതിനകത്ത് പാമ്പുണ്ട്, ഹല്ലേലൂയ, അണലിയുണ്ട്, ഒളിഞ്ഞിരിഞ്ഞ് കൊത്തുന്നതുണ്ട്, പിന്നെ അലറുന്ന സിംഹമുണ്ട്, ഹല്ലേലൂയ, പത്തി വിടർത്തുന്നതുണ്ട്, പത്തി വിടർത്താത്തതുണ്ട്, എന്ത് വേണ്ട സകല ചരാചരങ്ങളും ഏതിനകത്തുണ്ട്. ഈ രണ്ട് വെച്ചൊക്കെ ഈ പെട്ടകത്തിനകത്തുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നോഹയ്ക്ക് ഒരു തോന്നല് ചിലപ്പോൾ മാനുഷികമായ നിലവാരത്തിൽ ചിന്തിച്ചു കാണും. അയ്യോ, ഈ സിംഹം ഒന്ന് അലറിയാൽ, ഹല്ലേലൂയ, ഈ ആനയൊക്കെ ഒന്ന് ബഹളം ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ ഈ പത്തിയൊക്കെ ഒന്ന് വിടർത്തിയാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ സിംഹത്തിനും ഈ ആനയ്ക്കും ഈ പുലിക്കും ഒന്നും ഈ പാമ്പിനൊന്നും പത്തിയും വിടർത്താൻ പറ്റത്തില്ല. കാരണം എന്ന് അറിയാമോ? ഇടയ്ക്കിടയ്ക്ക് അവർ പുറത്തോട്ട് നോക്കുമ്പോൾ സമശിഷ്ടങ്ങളായ അനേകരിങ്ങനെ ഒഴുകി നടക്കുമ്പോൾ സിംഹം പറയും, അയ്യോ, എന്റെ കൂട്ടുകാരനല്ലേ ആ ഒഴുകി പോകുന്നത്, എനിക്ക് ഇവിടെ നിന്ന് അലറാൻ പറ്റത്തില്ല. ഇത് ദൈവത്തിന്റെ കൃപ കൊണ്ടാ ഞാൻ ഈ പെട്ടകത്തിൽ എത്തപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ഇവിടെ നിന്ന് അലറാവാനുള്ളതല്ല, ഹല്ലേലൂയ, മറ്റു കാര്യങ്ങൾ ചെയ്യുവാനുള്ളതല്ല. ദൈവത്തിന്റെ സന്നിധി എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സന്നിധി വന്നിരിക്കുമ്പോൾ മനസ്സിലാക്കണം, എത്രയോ പേർക്ക് ലഭിക്കാത്ത പദവി ദൈവത്തിന്റെ കരുണയാൽ, യേശു ക്രിസ്തുവിന്റെ നിണത്താൽ എനിക്ക് ലഭിച്ച ഈ പെട്ടകത്തിൽ കൃപയാൽ, ദൈവത്തിന്റെ കൃപയാലാണ് ഞാൻ ഈ പെട്ടകത്തിലേക്ക് എത്തപ്പെടുവാനിടയായി തീർന്നത്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പെട്ടകം ഇങ്ങനെ നടക്കുകയാ. പ്രൈസ് ദി ലോർഡ്. പക്ഷെങ്കിൽ ഒരു കാറ്റ് വരുവാനിടയായി തീർന്നു. ഒരു കാറ്റ്. കഴിഞ്ഞ ദിവസം എന്റെ അങ്കിൾ ഇവിടെ കർത്താവിന്റെ വചനം ശുശ്രൂഷിച്ചപ്പോൾ അതിനെ കുറിച്ച് പറയാനിടയായി തീർന്നു. കാറ്റടിപ്പിക്കുന്നത് നിന്നെ നശിപ്പിക്കാനല്ല, കാറ്റടിപ്പിക്കുന്നതിനെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. ചില കാറ്റുകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ചില പ്രതികൂല അവസ്ഥകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ചില പ്രതിസന്ധികളുടെ അവസ്ഥകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മനസ്സിലാക്ക്, എന്നെ ഉറപ്പിക്കാനുള്ള കാറ്റ എന്നെ ദൈവം തമ്പുരാൻ അടുപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാറ്റടിച്ചപ്പോൾ ഹല്ലേലൂയ അവിടെ പറയുന്നത്, ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ളവരെയും യഹോവ സകല ജീവജാലങ്ങളെയും ദൈവം തമ്പുരാൻ ഓർക്കും. ഇന്ന് രാത്രി ഞാൻ വാക്കിലോട് നിർത്താൻ പോവുകയാണ്. ദൈവം തമ്പുരാൻ നമ്മെ ഓർത്തിരിക്കാൻ, ദൈവം തമ്പുരാൻ നമ്മെ ഓർക്കാൻ പോവുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എന്നും വെള്ളത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ ഹല്ലേലൂയ നടക്കുവാനല്ല ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാറ്റ്, ആ കാറ്റടിച്ച് നിന്നെ മുക്കാനുമല്ല, ആ കാറ്റ് നിന്നെ ഉറപ്പിക്കാനുള്ളതാ. ഇന്ന് രാത്രി ആ വിശ്വസിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നുള്ള പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചിരിക്കുന്നത് എന്നെ തകർക്കാനല്ല, ഉറപ്പിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കി ഞാൻ എന്റെ ജീവിതയാത്ര മുമ്പോട്ട് നയിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. അങ്ങേ വേദനിപ്പിക്കുന്ന അവസ്ഥകളുണ്ടെങ്കിൽ, അങ്ങേ വേദനിപ്പിച്ച അവസ്ഥകളുണ്ടെങ്കിൽ, അങ്ങയുടെ ഹൃദയത്തിന് വേദന ജനിക്കുന്ന അവസ്ഥകൾ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ, ദേശത്തിന് സൗഖ്യം വരുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.